ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ നമ്മുടെ CRE സെഗ്മെന്റിന്റെ ഒന്നാമത്തെ സെഷൻ, CREയുടെ ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഖുർആൻ വേഴ്സ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയുന്ന ചെറിയ സൂറത്ത് മുതൽ സൂറത്ത് നാസ് മുതൽ ഇങ്ങനെ നമ്മൾ മുകളിലോട്ടേക്ക് പഠിച്ചു പോകുക എന്നുള്ളതാണ്. പഠിച്ചതാണ് അതിന്റെ അർത്ഥം, അതിലുള്ള ചെറിയ തജ്വീദിന്റെ നിയമമൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇന്ന് നമ്മൾ തുടക്കം വന്നോണം സൂറത്ത് നാസാണ്. ഞാനൊന്ന് ആദ്യം പാരായണം ചെയ്യാം, അതിനുശേഷം നിങ്ങൾ പാരായണം ചെയ്യാം. ഞാൻ പാരായണം ചെയ്തതിന് ശേഷം നിങ്ങൾ പാരായണം ചെയ്യാം, പെട്ടെന്ന് ഓതിപ്പോ. أعوذ بالله من الشيطان الرجيم. എല്ലാവരും بسم الله الرحمن الرحيم. قل أعوذ برب الناس. സുഷാറിലോ ഉറക്കോതി കൂടെ. ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമുക്കതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. അറിയുന്ന ആളുകൾ ഉണ്ടാവും, എന്നാൽ കൂടെ അറിയാത്ത ആളുകൾ ഉണ്ടാവും. പഠിക്കണം. ഇന്നു മുതൽ നമ്മുടെ CREയുടെ പുതിയ ഉദ്ഘാടനം, പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിച്ചു പോകേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ആയത്ത് ഓക്കെ. ഒന്നാമത്തെ ആയത്ത് ഖുൽ പറയുക, അഊദു ബിറബ്ബിൻ നാസ് മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. രണ്ടാമത്തെ ആയത്ത് മലിക്കിൻ നാസ് മനുഷ്യരുടെ രാജാധിപനായ അല്ലെങ്കിൽ രാജാവായ. മനുഷ്യരുടെ ആരാധ്യനായ അല്ലാഹുവിനോട്. ദുർബോധനം നടത്തി കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്ന സുദൂരിന്നാസ്, സ്വതന്ത്ര ഹൃദയങ്ങളാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്ന ആളുകളിൽ നിന്ന്. മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകളിലും മലക്കുകളിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. ജിന്നുകളിലും മനുഷ്യരിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകളിൽ നിന്നുള്ള. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ ഇനി അടുത്ത ദിവസം അടുത്ത സൂറത്ത് അങ്ങനെ പോകും. ഇൻഷാ അല്ലാഹ് ഓരോ സൂറത്തുകളും ഫെബ്രുവരിയിലാണ് നമ്മളെ ഈ അധ്യയന വർഷം അവസാനിക്കുക. ആ സമയമാകുമ്പോഴത്തേക്ക് എത്ര ക്ലാസ്സുകളാണുള്ളത് അത്രയും സൂറത്തുകൾ നമ്മൾ മനഃപ്പാഠം പഠിക്കുകയും അർത്ഥം പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മൾ ഇതിൽ തന്നെ എല്ലാ ആഴ്ചയിലും തജ്വീദിന്റെ ചെറിയൊരു നിയമം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പറയും. അപ്പൊ ഒന്നാമത് ഇന്ന് തുടക്കം ഒന്നോണം ഇന്നത്തെ നമുക്ക് പഠിക്കാനുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഷദ്ദുള്ള നൂനിന്റെയും മീമിന്റെയും നിയമമാണ്. അൽ മീമു വന്നൂനുൽ മുശദ്ദദത്തി എന്ന് പറയുന്ന നിയമമാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ മീമിന്റെ മുകളിലും നൂനിന്റെ മുകളിലും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 2 ഹർക്കത്തുകളുടെ നീട്ടത്തിൽ, എത്ര ഹർക്കത്തില?
2 ഹർക്കത്തിലുള്ള നീട്ടത്തിൽ എന്ത് ചെയ്യണം, നമ്മളത് ഉന്നത്ത് ചെയ്ത് മടിച്ചുകൊണ്ട് ഓതേണ്ടതുണ്ട് എന്നതാണ്. അപ്പൊ ഈ സൂറത്തിലെ എല്ലാ ആയത്തിന്റെ അവസാനത്തിലും നമുക്ക് കാണാം അല്ലെ, അപ്പൊ അവിടെ നൂനിന്റെ മുകളിൽ ശബ്ദുണ്ട്. എത്ര ഹർക്കത്തിലാ നീട്ടാം? 2 ഹർക്കത്തിൽ മണിച്ചുകൊണ്ട് ഓതുക എന്നുള്ളതാണ്. മലികിൻ നാസ് ഇലാഹിൻ നാസ്, ആ രൂപത്തിൽ. നമുക്ക് സൂറത്തു നബയിലൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്തു നബയിലെ ഒന്നാമത്തെ മീമിന്റെ മുകളിൽ ശബ്ദ വന്നു, രണ്ടാമത്തെ നൂനിന്റെ മുകളിലും ശബ്ദ വന്നു. അപ്പം എവിടെ ഖുറാനിൽ നമ്മൾ നൂനിന്റെ മുകളിലും മീമിന്റെ മുകളിലും ശബ്ദ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്തുകൊണ്ട് മടിച്ചുകൊണ്ട് ഓതണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതേപോലെ ഓരോ നിയമങ്ങളും ഇനി അടുത്ത ആഴ്ചകളിൽ നമുക്ക് ഉണ്ടാകും. അപ്പൊ തജ്വീദ് ഡെവലപ്പ് ചെയ്യാം, ശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പിന്നെ അർത്ഥം നമുക്ക് പഠിക്കാം. നമ്മൾ ഓതുന്ന ഖുർആൻ നമസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്തുകൾ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മുടെ സിആർഇയുടെ പുതിയ സിലബസിന്റെ ഒന്നാമത്തെ സെഗ്മെന്റ്. എല്ലാ ആഴ്ചകളിലും ഈ ഒരു സെഗ്മെന്റ് ഖുർആൻ വേഴ്സ് എന്നുള്ള സെഗ്മെന്റ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉഷാറായില്ലേ? വളരെ ഹൃദ്യമായ സെഷൻ അല്ലേ? ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ MSM കേരളക്ക് മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട്. എന്താ പേര് അറിയോ? എന്താണ് ആണോ? ഓക്കെ, വെരി ഗുഡ്. ക്യാമ്പ് റൂട്ട്. എത്ര ആൾ കേട്ടിട്ടുണ്ട് ക്യാമ്പ് റൂട്ടിന്റെ പോഡ്കാസ്റ്റുകൾ? ഓക്കെ, വെരി ഗുഡ്. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയ ഒരുപാട് റീൽസും പോഡ്കാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത്, ക്യാമ്പ് റൂട്ട് എന്ന യൂട്യൂബ് ചാനൽ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം സിആർഇയിലെ ക്യാമ്പ് റൂട്ട് എന്ന പേരിൽ ഒരു സെഗ്മെന്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്കാണ് കടക്കുന്നത്. നമുക്ക് വളരെ സുപരിചിതനായ നമ്മുടെ ഫാക്കൽറ്റി യാസിർ സ്വലാഹിയാണ് ഈ സെഗ്മെന്റ് നിയന്ത്രിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ പ്രിയങ്കരരായ ഈ സിആർഇ സംഗമത്തിൽ, ഈ സംസ്ഥാന തല ഉദ്ഘാടനത്തിന്റെ വേദിയിൽ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വളവന്നൂർ മണ്ഡലത്തിലെ വിവിധ സിആർഇ സെന്ററുകളിലെ പഠിതാക്കൾ, ഒരു പുതിയ സിആർഇ പഠന വർഷം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. തീർത്തും വ്യത്യസ്തമായ സെഗ്മെന്റുകളിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ സിലബസ് മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് MSMന്റെ സംസ്ഥാന സമിതി, സിആർഇ സമിതി വളരെ ശ്രമഫലമായ ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വളവന്നൂർ മണ്ഡലത്തിലെ 3 സെന്ററുകളിലും മിക്കവാറും സന്ദർശിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഫോൺ നോക്കി നിൽക്കുകയാണ്. ഈ ജാതി മഴ പെയ്താൽ നാളെ ലീവ് കിട്ടോ, കളക്ടർ അവധി പ്രഖ്യാപിക്കോ എന്നൊരു പ്രതീക്ഷയാണുള്ളതെങ്കിലും പുറത്തൊരുപാട് ആളുകൾ അത്തരം ആഗ്രഹത്തിൽ വീട്ടിലിരിക്കുമ്പോൾ ഈ തണുപ്പിൽ ഈ ഹാളിൽ വന്നിരിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ് അത് അഭിനന്ദനാർഹമാണ്. നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്ലൈഡ് പോയോ? എന്തുകൊണ്ട് ഇസ്ലാം എന്നതാണ് ഏൽപ്പിക്കപ്പെട്ട ഏരിയ. ആദ്യമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെഷനിലേക്ക് പ്രവേശിക്കാം. നമ്മളൊക്കെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ്. എൻ്റെ കൂടെ 6ഉം 3ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. മോന് പറയും, ഇപ്പച്ചി എനിക്കൊരു മൊബൈൽ വാങ്ങിത്തരുമോ? ചെറുത് പറയും, ഇപ്പച്ചി എനിക്കൊരു ടാബ് വാങ്ങിത്തരുമോ?
അപ്പൊ എല്ലാവരും മൊബൈലിന്റെ ഉപഭോക്താക്കളാണ്, പ്രായഭേദമന്യേ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലുകൾ എത്ര മെഗാ പിക്സലാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ഫോണ് എത്ര മെഗാ പിക്സലാണ്? ഒന്ന് പറയോ? പറയൂ. ആർക്കും അറിയില്ല. നിങ്ങൾ അതിന്റെ ആൾക്കാരല്ലേ? ഇപ്പൊ ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാ? ഐഫോൺ 16 Pro മാക്സ്. ഓക്കെ, അതിൽ എത്രയാണ് മെഗാ പിക്സൽ വരുന്നത്? 800 മെഗാ പിക്സലാണ്. 200. ഓക്കെ, 200 മെഗാ പിക്സൽ ക്യാമറയാണ് ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ എന്റെ ചോദ്യം, നമ്മുടെ കണ്ണുകൾ എത്ര മെഗാ പിക്സലാണ്? നമ്മുടെ കണ്ണിന്റെ കപ്പാസിറ്റി എത്ര മെഗാ പിക്സൽ കപ്പാസിറ്റി ഉണ്ട് എന്നാണ് എന്റെ ചോദ്യം. ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. എനിവൺ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ തന്നെ പറയണം, മിഠായി ഞാൻ തന്നെ കൊണ്ടുപോകണം അല്ലേ? മിഠായി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു ഇവിടെ, ചോക്ലേറ്റ്സ്. ഓക്കെ, അപ്പോ 576 മെഗാ പിക്സലാണ്. ഇനിയെങ്കിലും ഓർത്ത് വെച്ചോളൂ, 576 മെഗാ പിക്സൽ കപ്പാസിറ്റിയാണ് നമ്മുടെ കണ്ണിനുള്ളത്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളെ കണ്ണ്, അല്ലേ? നമ്മളെ കണ്ണ് ഒരു മിനിറ്റിൽ എത്ര തവണ ചിമ്മിയാണ് ഇങ്ങനെ? എത്ര സമയം, എത്ര ടൈം? ഹലോ സാർ, ക്ലാസ്സിലാണ്, നിങ്ങൾ വിളിക്കാം. അർജന്റ് ആണോ? ഞാൻ നോക്കിയിട്ടില്ല, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എത്ര തവണ? എനിവൺ? ഇതിന് ഉത്തരമില്ല. ആർക്കും ഉത്തരമില്ല. ഒരു മിനിറ്റിൽ നമ്മുടെ കണ്ണ് ഈ ഇങ്ങനെ തുറന്നടില്ലേ, ഇങ്ങനെ എത്ര തവണ? 20. അതിന്റെ ഒരു ബേസിക് ഫങ്ഷൻ എന്നുള്ളത് 12 ടൈംസ് ആണ്. 12 ടൈംസ്. അപ്പൊ വീണ്ടും മിഠായി ബാക്കിയാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചോദ്യം, ഇതൊന്നും താനെ ഉണ്ടാകുന്നതല്ല. ഇതിന്റെ പിറകിലെല്ലാം ഒരു സൃഷ്ടാവ് ഉണ്ട്, അല്ലെ? ഇതിന്റെ എല്ലാം പിറകിൽ ഒരു സൃഷ്ടാവുണ്ട്. ചോദ്യം അവിടെ കാണുന്നുണ്ട്, എന്തുകൊണ്ട് ഇസ്ലാം ഒരു കണക്കിൽ തൽപരരായ 3 ആളുകൾക്കിടയിൽ വളരെ വിശാലമായൊരു ചർച്ച നടക്കുകയാണ്. ഒരാള് പറഞ്ഞു 2 + 3 = 5. ശരിയാണോ? ഓക്കെ. രണ്ടാമത്തെ ആള് പറഞ്ഞു 2 + 2 = 5. ശരിയാണോ? ഇല്ല. അപ്പൊ ഈ 2 ആളുകൾ തമ്മിൽ തർക്കിക്കാണ്. അപ്പൊ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. അപ്പോ യഥാർത്ഥത്തിൽ കണക്ക് എന്ന വിഷയത്തോട് കൂറു പുലർത്തുന്ന ഒരാള് ഏതാ സമ്മതിക്ക? 2 + 3 = 5. അതാണ് അതിന്റെ സത്യം. ആ സത്യത്തിന് വേണ്ടി അയാൾ എന്തും ഉറച്ചു നിൽക്കും, അല്ലേ? ഇതുപോലെ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏതാണ്? ഇസ്ലാം മാത്രമാണ്, അല്ലെ? ഇനി നമ്മൾ സ്ലൈഡിലേക്ക് പോകാം. സ്ലൈഡ് പ്ലീസ്. ഇന്ത്യൻ ഭരണഘടന, അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് അതിന് മിഠായി ഇല്ല. ഓക്കെ. അപ്പോ ഒരുപാട് രാജ്യങ്ങളുടെ ഭരണഘടന, അല്ലെ? ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ. അപ്പോ ഇതെന്തിനാണ് ഈ ഭരണഘടന? ഭരണഘടന എന്തിനാണ്? ഒരു രാജ്യത്തിലെ പൗരന്മാർ, അല്ലെ, അവരെങ്ങനെ ജീവിക്കണം,
അവർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഭരണഘടന എല്ലാ രാജ്യത്തിനും ഉണ്ട് അല്ലേ? ഓക്കെ, റെഡി. നെക്സ്റ്റ്. ഭരണഘടന രാജ്യങ്ങളൊക്കെ തന്നെ എന്തുണ്ട്? കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ജയിലുണ്ട്, പിന്നെന്താ, എല്ലാം ഉണ്ട് അല്ലെ? നിയമ സംവിധാനങ്ങൾ, പോലീസ്, കോടതി, ജയില് ഒക്കെ ഉണ്ട്. അപ്പൊ നിയമമുണ്ട്, നിയമ സംവിധാനങ്ങളും ഉണ്ട്, നിയമം ലംഘിക്കുന്ന ആളുകൾക്ക് ശിക്ഷയും ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. എന്നിട്ടും എന്തുകൊണ്ട്? നിങ്ങൾ കാണുന്നില്ലേ എന്താണ്? സമർത്ഥമായ കൊലപാതകം. 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാവാതെ ഷാരോൺ, നിർവികാരയായി ഗ്രീഷ്മ. അറിയോ രണ്ടുപേര് അല്ലെ? കാമുകനെ ജ്യൂസില് നമുക്കറിയാം. ഞെട്ടിച്ച് കൂട്ടക്കൊല. ഒരു കുടുംബത്തിലെ 5 പേരെ, ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കൂട്ടത്തിൽ കൊന്നാൽ പോലീസ് പിടിക്കില്ല. ഷഹബാസിന്റെ ജീവനെടുത്ത ക്രൂരത അല്ലെ? ഉമ്മാനെ വെട്ടിക്കൊന്നിട്ട് ജീവൻ ഉണ്ട് എന്ന് തോന്നിയപ്പോ തലേ കൂടെ ഗ്യാസും കുറ്റി ഒന്നും കൂടി ഇട്ട് മരണം ഉറപ്പ് വരുത്തിയ ക്രൂരതകൾ. അപ്പൊ നിയമമുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം ക്രൂരതകളും ലംഘനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു? എവിടെ? മനുഷ്യന്മാരെ ലോകത്ത് അല്ലേ? നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ മൃഗങ്ങളുടെ ലോകത്തോ? ചതിയും വഞ്ചനയുണ്ടോ? ബലാത്സംഗം ഉണ്ടോ? ആത്മഹത്യ ഉണ്ടോ? കലാപമുണ്ടോ? കൊള്ളയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആകാശത്തേക്ക് പറന്നുയർന്ന ഒരു വിമാനം അതിന്റെ സാങ്കേതിക തകരാറ് മൂലം താഴേക്ക് വീണ് പൊട്ടി തകർന്ന് ചാമ്പലായി 241 ആള് മരിച്ചപ്പോഴും അതിലെന്താ കാണുന്നത്? വർഗീയത കാണുന്നു. നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലേ? നെക്സ്റ്റ് സ്ലൈഡ്. കുടുംബകലഹം. മീൻ കരയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. അടുത്തത് പോത്ത് പ്രേമ നൈരാശ്യത്താൽ പശുവിനെ വെട്ടിക്കൊന്നു. ഉണ്ടോ? ഇല്ല. ബ്രേക്കിംഗ് ന്യൂസ്. ബാങ്ക് റോബറി. ഹോസ് റിമാൻഡഡ്. ബാങ്ക് കവർച്ച. കുതിരയെ റിമാൻഡ് ചെയ്തു. എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കൊപ്പം ജീവിക്കുന്ന ജന്തുജാലങ്ങൾക്കിടയിൽ അവരുടെ ജീവിത ചുറ്റുപാടിലില്ലാത്ത ഇത്തരം കൊലപാതകങ്ങളും നിയമലംഘനങ്ങളും എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടും മനുഷ്യർക്കിടയിൽ എന്തുകൊണ്ട്? വൈ? ഉത്തരം പറഞ്ഞോ? സ്ലൈഡ് ബാക്ക് കിട്ടോ? അഞ്ഞ് മാറ്റണ്ട. എന്താണ്? ഈ മൃഗങ്ങൾക്കും ജീവികൾക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്ക് തന്നിട്ടുണ്ട്? മനുഷ്യരായ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? എന്റെ അടുത്ത ചോദ്യം മിഠായിക്കുള്ള ചോദ്യമാണ്. മിഠായി പറഞ്ഞ ₹1 മിഠായി ചോക്ലേറ്റ് ആണ്. മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒന്നെന്താണ്? ബുദ്ധി, വിവേകം അല്ലെ? ഓക്കെ. അപ്പൊ അതിന്റെ ഹെഡ് ഓഫീസ് ഏതാണ്? തലച്ചോറാണ് അല്ലെ? നമ്മുടെ തലച്ചോറിന്റെ ഭാരം എത്രയാണ്? അതിന് പ്രത്യേകിച്ച് ഭാരമൊന്നുമില്ല എന്നാണ്. എത്ര? 1.5 കിലോ? 3 കിലോ? ലേലം വിളിക്ക. അല്ലേ? ഏകദേശം 1.5 കിലോ, 1,400 ഒക്കെയാണ് അതിന്റെ വെയിറ്റ് വരിക. എന്റെ ചോദ്യം അതല്ല. വെൻ വി ബോൺ, നമ്മൾ ജനിക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് എത്രയാണ്? അതിന് ഉത്തരം അറിയുന്ന ആള് പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ക്യാമറകളുടെ മെഗാ പിക്സലുകൾ, അതിന്റെ ഫെസിലിറ്റീസ്, അതിന്റെ GB, അതിന്റെ റാം എല്ലാം അറിയുന്ന നമ്മൾ നമ്മുടെ തലയിൽ ഉള്ള തലച്ചോറിനെ കുറിച്ച് പോലും നമുക്ക് കൃത്യമായൊരു നോളജ് ഇല്ല എന്നുള്ളത്
നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് 300 ഗ്രാമാണ് അതിന്റെ വെയിറ്റ്. പിന്നീട് നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിലാണ് അത് വളർന്ന് വലുതാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു താറാവ് കുട്ടി മുട്ടയിട്ട് വിരിഞ്ഞ നേരെ എങ്ങോട്ടാ പോവാ? വെള്ളത്തിലേക്കാണ് പോവാ, അല്ലേ? വെള്ളത്തിൽ പോയി നീന്തി കുളിക്കും. പശു പ്രസവിച്ചു കഴിഞ്ഞാൽ പശുവിന്റെ കുട്ടി എന്ത് ചെയ്യും? പോയിട്ട് നേരെ അമ്മയുടെ അകിട് പോയിട്ട് പാല് കുടിക്കും. മനുഷ്യക്കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ക്രമാനുക്രമമായ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് മനുഷ്യനെ അള്ളാഹു എന്ത് അവസരം കൊടുത്തിട്ടുണ്ട്? തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തു. എന്താ തെരഞ്ഞെടുക്കാനുള്ള അവസരം? എന്ത് തെരഞ്ഞെടുക്കാൻ? എന്ത് തെരഞ്ഞെടുക്കാൻ? 2 വഴികൾ. ഏത് വഴികൾ? വെരി ഗുഡ്. നന്മയും തിന്മയും തെരഞ്ഞെടുക്കാനുള്ള ഇഖ്തിയാർ, സ്വാതന്ത്ര്യം ആര് തന്നിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരായ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഇന്നാ ഹദൈന എന്താണ്? തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. എപ്പോഴാണ് നമ്മൾ നന്ദിയുള്ളവനും നന്ദി കെട്ടവനുമായി മാറുന്നത്? 2 വഴി തിരഞ്ഞെടുക്കണം, അല്ലേ? നന്മയുടെ വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരാവും? നന്ദിയുള്ളവരാകും. തിന്മയുടെ വഴി തിരഞ്ഞെടുത്ത് പോകുമ്പോൾ നമ്മൾ എന്താവും? നന്ദി കെട്ടവരായി മാറും. കറക്റ്റ് ആണോ? ആണോ? ഓക്കെ, റെഡി. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ വ്യക്തമായ നിയമ സംഹിതകൾ ആവശ്യമാണ്. അപ്പൊ ആരാണ് ഈ നിയമ സംവിധാനങ്ങൾ നമ്മെ പഠിപ്പിച്ചത്? എവിടുന്നാണ് നമുക്ക് അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? ആരാ തീരുമാനിക്കുന്നത്? പറയൂ. നമ്മൾ വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ അതെങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നും തീരുമാനിക്കുന്നത് ആരാണ്? അതിന്റെ മാനുഫാക്ചറിങ് കമ്പനി അല്ലേ? അതിന്റെ കമ്പനിയാണ്, നിർമ്മാതാക്കളാണ്, അല്ലേ? എങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മുടെ ക്രിയേറ്ററാണ്. ആരാ നമ്മുടെ ക്രിയേറ്റർ? അള്ളാഹുവാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് മനുഷ്യർ തന്നെയാണെങ്കിൽ സ്ത്രീധനം, ദയാവധം, നെക്സ്റ്റ് ഭ്രൂണഹത്യ, ലോട്ടറി, മദ്യപാനം, പലിശ, മതി. എന്തൊക്കെ ചർച്ച ചെയ്തത്? സ്ത്രീധനം നന്മയാണോ തിന്മയാണോ? തിന്മയാണ്. വൈ? ആര് തീരുമാനിച്ചു? ആര് പറഞ്ഞു? എനിക്കറിയാം. നേരിട്ട് അറിയുന്ന ചില പെൺകുട്ടികളുണ്ട്. ഞങ്ങൾ ഏതായാലും പരിന്ന് ഇറങ്ങി പോവാണ്. പോകുമ്പോ കിട്ടാനുള്ളതൊക്കെ പരമാവധി കിട്ടിക്കോട്ടെ എന്ന്, കിട്ടണമെന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടികൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാണ് ഈ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്? ഭ്രൂണഹത്യ ശരിയോ തെറ്റോ? ആരെ തെറ്റ്? എങ്ങനെ തെറ്റാകുന്നു? കുട്ടി ജനിച്ചിട്ട് കൊല്ലുമ്പോഴല്ലേ തെറ്റാവുള്ളൂ? ജനിക്കുന്നതിന് മുമ്പ് വയറ്റിൽ വെച്ച് കൊന്നാൽ തെറ്റാകുമോ എന്ന് ഭ്രൂണഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി വാദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭ്രൂണഹത്യ എന്താണ്? നിയമപരമായി തെറ്റാണ്. പക്ഷെ കുറവുണ്ടോ? ഇല്ലീഗലായിട്ട് ഒരുപാട് ഭ്രൂണഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്തിനെ കുറിച്ച്? ലോട്ടറി, ചൂതാട്ടം, പലിശ. പലിശക്ക് വാങ്ങിയിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടത് നിങ്ങൾക്ക് അറിയോ? എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 1 ലക്ഷത്തിൽ പരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു അധ്യാപകനുണ്ട്. അയാൾക്ക് എത്ര ബാങ്കിലാ ലോണുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല.
അയാൾ പറയും ഞാൻ ഒരു കൊല്ലം 4 ലക്ഷം രൂപ പലിശ കൊടുക്കുന്നുണ്ടെന്ന്. ഒരു കൊല്ലം 4 ലക്ഷം രൂപ പലിശ മാത്രം. അയാളെ പായരം തീരാറില്ല. പലിശ വാങ്ങിയിട്ടോ കൊടുത്തിട്ടോ ആരും ഇതുവരെ ദുനിയാവില് എന്ത് ചെയ്തിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? ആരാ അത് തെറ്റാണെന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? അള്ളാഹു ആണ് പറഞ്ഞത്. നെക്സ്റ്റ്. അപ്പൊ നന്മയോ തിന്മയോ ആര് പറയുന്നതാണ് ശരി എന്ന് എങ്ങനെ നമ്മൾ നിശ്ചയിക്കും? എന്താണ് അതിനുള്ള മാനദണ്ഡം? എന്താണ്? മാറ്റില്ല, സ്ലൈഡ് മാറ്റില്ലേ, ഇറ്റ്സ് ബാക്ക്. എങ്ങനെയാണ് നമ്മള് നന്മ തിന്മ എന്നുള്ളത് എന്ത് ചെയ്യണത്? എങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മളാളെ തീരുമാനിക്കുന്നത്. മനുഷ്യന്മാര് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് നമ്മളെ മുമ്പിൽ എന്തുണ്ട്? ഒരുപാട് യുക്തികളുണ്ട് അല്ലെ? ഇനി ആര് പറയുന്നതാണ് ശരി നമ്മൾ അങ്ങനെ തീരുമാനിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞു 2 + 3 = 5, 2 + 2 = 5. അവിടെ രണ്ടും ശരിയാണെന്ന് വാദക്കാരൻ വന്നു. ഏത് നാം സ്വീകരിക്കും? എല്ലാം ശരിയാണ്, എല്ലാം കണക്കാണ് എന്ന് പറയുന്ന വാദക്കാരും നമുക്കിടയിലുണ്ട്. അവർക്കിടയിൽ ഈ നന്മ തിന്മകളെ നമ്മൾ എങ്ങനെ തീരുമാനിക്കും? പറയൂ. തെളിവ്. പിന്നെ എന്ത് തെളിവാ? എന്താണ് തെളിവ്? പ്രൂഫ് അല്ലെ? എവിഡൻസ്. എന്ത് എവിഡൻസ് ആണ്? അള്ളാഹു ഉണ്ടാക്കി വെച്ച തെളിവുകൾ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ബോധ്യങ്ങൾ. ഓക്കെ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോവാണ്. ആര് പറയുന്നതാണ് ശരി എന്ന് എങ്ങനെ നിശ്ചയിക്കും? സ്ലൈഡ് പ്ലീസ്. ഒന്നെങ്ങനെ? യുക്തി. എന്താ യുക്തി പറഞ്ഞാല്? ബുദ്ധി അല്ലെ? അത് എന്റെ ബുദ്ധിയോട് അത് ആലോചിച്ചിട്ട് അതങ്ങനെയാണ്, ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെയാ കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന, യുക്തി കൊടുത്ത് ചില കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തത് കാലത്തെ ചേർത്തുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ. അതൊക്കെ പണ്ട് നബിന്റെ കാലത്ത് 1500 കൊല്ലം മുമ്പ് അങ്ങനെയല്ലായിരുന്നു, അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ എന്നിങ്ങനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകൾ. പിന്നെ അടുത്തെന്താ? ഭരണഘടന പറയുന്നത് അങ്ങനെയാണ്, അതുകൊണ്ട് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമീപനങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഈ 3 എണ്ണത്തിൽ ഏതാണ് ശരിയാകുന്നത്? ആരാ ഭരണഘടന ഉണ്ടാക്കുന്നത്? മനുഷ്യന്മാരുണ്ടാക്കുന്നത്. അപ്പൊ അതിന് പോരായ്മകൾ ഉണ്ടാവോ? അതുകൊണ്ടാണ് ഭരണഘടന ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത്? ഭേദഗതി വരുത്തുന്നത്. ചില നിയമങ്ങൾ എന്ത് ചെയ്യും? കാലാനുസൃതമായി ചില ഭേദഗതികൾ വരുത്തും അല്ലെ? ഇനി ചില കാലഘട്ടത്തിൽ നാട്ടിൽ നടന്ന ചില സമ്പ്രദായങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ആലോചിച്ച് ഇപ്പൊ നമ്മളെ നാട്ടില് ഇപ്പോ മുസ്ലിം സ്ത്രീ മാറുമറിച്ച് തലമറിച്ച് നടക്കുന്നതാണ് നമ്മളെ നാട്ടിലെ ഇസ്ലാം വിരോധികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ മാറുമറക്കാൻ വേണ്ടി കേരളത്തിലെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സമരം ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നത് മറച്ചു നടക്കുന്നത് അസ്വസ്ഥരായി മാറുന്ന ആളുകൾ. അതേസമയം മാറുമറക്കാൻ വേണ്ടി, ഔറത്ത് മറക്കാൻ വേണ്ടി കേരളത്തിലെ മതം, മുസ്ലിം മതമല്ല മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്തിരുന്നൊരു കാലം, സമരം ചെയ്തിട്ട് അതിനു വേണ്ടി അവകാശം നേടിയെടുക്കേണ്ടി വന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി വന്നു അല്ലെ? ഒരുപാട് രീതികൾ ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ച ഭാര്യ എന്ത് ചെയ്യണം? ആ ചിതയിൽ ചാടി മരിക്കണം. ആ സംവിധാനത്തിന് പറയുന്ന പേര് അറിയുന്നവർ ഹാൻഡ് പ്ലീസ്, ഹാൻഡ് റൈസ് യുവർ ഹാൻഡ്. സതി അല്ലെ? എടുത്തുപോയി. ആരാണ് അതിനെതിരെ ശബ്ദിച്ചത്?
ഭരണഘടനയാണോ? അല്ല. അത് തെറ്റാണെന്ന് തോന്നിയ ഒരു കൂട്ടം ആളുകൾ അതിനെതിരെ ശബ്ദിച്ചു. അതെന്തായി? അത് പിന്നെ ഒരു ആൾക്കൂട്ടങ്ങൾ ഏറ്റെടുത്തു. അതിനെതിരെ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു? കാലക്രമേണ നിയമം എടുത്തൊഴിവാക്കപ്പെടേണ്ടി വന്നു. അപ്പോ മനുഷ്യരുണ്ടാക്കിയ സംവിധാനങ്ങൾക്കൊക്കെ ഭേദഗതി വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ഭേദഗതി വരുത്താൻ പറ്റാത്തതായി, ഭേദഗതി വരുത്താൻ ആവശ്യമില്ലാത്ത വിഷയം എവിടെയുള്ളത്? 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 അവിടെയാണ് ക്രിയേറ്റർ, അല്ലേ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ എന്തു പഠിപ്പിച്ചോ അത് ഈ ലോകം അവസാനിക്കുന്ന അവസാനത്തെ ദിവസം വരെ, അവസാനത്തെ സമയം വരെ അതെന്തായിരിക്കും? നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം നമ്പർ 1 ആകുന്നത്. പ്ലീസ് സ്ലൈഡ്. മരിക്കും പറഞ്ഞു. അപ്പൊ നമ്മെ പടച്ചവനാണ് നന്മയെയും തിന്മയെയും നമുക്ക് അറിയിച്ച് തരേണ്ടത്. മനുഷ്യന്റെ കഴിവുകളെയും അവന്റെ ബലഹീനതകളെയും കുറിച്ച് കൃത്യമായി അറിയുന്ന അള്ളാഹുവിന് മാത്രമേ മനുഷ്യ ജീവന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുകയുള്ളൂ. കറക്റ്റാണോ? കറക്റ്റാണോ? ആണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാറ്റേണ്ടി വരും, അല്ലേ? നെക്സ്റ്റ്. അപ്പോ ആ അള്ളാഹു ലോകത്തിന് നൽകിയ സമ്മാനമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന മതം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ മതമെന്നാൽ ഇസ്ലാം ആകുന്നു. ഒരുപാട് മതങ്ങളുണ്ട്. ചില ആൾക്കാർ ഇപ്പോ സർവമത സത്യവാദം എന്നൊരു പുതിയ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ? എത്ര ജാതി മതങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, അല്ലേ? അപ്പോ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരുപാട് മതങ്ങൾ. അവയിൽ നിന്നെല്ലാം ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്നതാണ് നമ്മുടെ ചർച്ച. പ്ലീസ് സ്ലൈഡ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ അഖിലവും അവരുടെ പ്രബോധിത സമൂഹങ്ങളോട് ചർച്ച ചെയ്തത്, പ്രബോധനം ചെയ്തത് എന്തായിരുന്നു? ഈ ഇസ്ലാമായിരുന്നു. അജയ്യമായ ഇസ്ലാം. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാണ്. നമ്മുടെ ലൈഫ് മുഴുവനായിട്ടും ആർക്ക് സമർപ്പിക്കാണ്? കീഴൊതുങ്ങുകയാണ്, അല്ലെ? മുസ്ലിം കീഴൊതുങ്ങുകയാണ്. ആർക്ക്? ആരുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ? അള്ളാഹുവിന്റെ മുമ്പിൽ കീഴൊതുങ്ങുന്നവനാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത്. പ്ലീസ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ, ബേസിക്സ്, അത് സംശയങ്ങൾ തീർത്തുകൊണ്ട്, സംശയമല്ലാണ്ട് അതിന്റെ A to Z കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ 1ാം ക്ലാസ് മുതൽ, അല്ല അതിനു മുമ്പ് പഠിച്ചു തുടങ്ങിയതാണ്, അല്ലെ? എന്നാ നമ്മൾ ഇസ്ലാം കാര്യം പഠിച്ചത് 1ാം ക്ലാസ്സിൽ നിന്നാണോ? ആണോ? ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഇത് മദ്രസ എന്നാണോ പഠിച്ചത്? അല്ല, മദ്രസയിലും എത്തുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ, സംശയങ്ങൾ തീർത്ത് ദൃഢബോധത്തോടെ പഠിക്കാൻ നമുക്ക് വേദി ഒരുക്കുകയാണ് ആര്? MSM. ഏതിലൂടെ? കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ, CREയിലൂടെ. ആലോചിച്ച് നോക്ക്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്കൊപ്പം മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. അവിടേക്ക് തൂവെള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. സാധാരണ വെള്ള വസ്ത്രം, എനിക്കൊക്കെ വെള്ള വസ്ത്രം ഇടാൻ ഭയങ്കര പേടിയാണ്. അന്ന് എന്തെങ്കിലും കറയിലാവും. പുതിയ കുപ്പായിട്ടാല് അന്ന് എന്തെങ്കിലും കറയിലാവും. ചിലപ്പോൾ കറി വീണതായും, അല്ലെങ്കിൽ പേനയുടെ മഷിയാകും,
അല്ലെങ്കിൽ ചളി തെറിച്ച് എന്തെങ്കിലും ആയിട്ട് അത് കറയാവും. അപ്പോ തൂവെള്ള വസ്ത്രധാരിയായി യാത്രയുടെ യാതൊരു അടയാളവും അയാളുടെ വസ്ത്രത്തിലൊന്നും കാണാത്ത രൂപത്തിൽ ഒരാള് നേരെ പ്രവാചകന്റെ അടുത്ത് വന്നിരുന്നിട്ട് മുൻപരിചയമുള്ള പോലെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് ഇരുന്നു. എങ്ങനെ ഇരുന്നു? മുന്നിൽ വന്നിട്ട് ഇരുന്നു. വെറും ഇരുത്തല്ല, അയാൾ നേരെ ഇരുന്നിട്ട് അയാളുടെ കാൽമുട്ടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ചു. എന്നിട്ട് അയാൾ നബിനോട് ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൽ ഇസ്ലാം, നബിയെ എന്താണ് ഇസ്ലാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എന്താണ് ഇസ്ലാം? നിങ്ങൾ പഠിച്ചതാണ്. അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ, സ്ലൈഡ് പ്ലീസ്. അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമുസ് സ്വലാ വ തുഅ്തിസ് സകാ വ തസൂമു റമളാൻ വ തഹജ്ജൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. അപ്പോൾ ഇസ്ലാം എന്താണെന്ന് ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു. എന്തൊക്കെയാണ്? ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, 5 കാര്യങ്ങൾ. അപ്പൊ അടുത്ത ചോദ്യം, അഖ്ബിർനി അനിൽ ഈമാൻ, എങ്കിൽ ഈമാൻ എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരൂ. എന്താ പ്രവാചകന്റെ മറുപടി? അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിനു ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി. അപ്പൊ നമ്മൾ സാധാരണ പറയാറുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം, പിന്നെ മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം. 6 വിശ്വാസ കാര്യങ്ങളെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു. അപ്പൊ എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഇസ്ലാം കാര്യങ്ങൾ നമ്മളൊക്കെ അതിൽ ഓക്കെയാണ്. ഷഹാദത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് നിങ്ങളിപ്പോ കൊടുക്കണില്ല, നമ്മളെ പാരൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹജ്ജ് ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട്, ചിലപ്പോൾ ചെയ്തവരും ഉണ്ടാകാം. അപ്പോ അത് കർമ്മകാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങളാകുമ്പോ എന്താണ് അവിടെ പ്രധാനം? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്താണ് ഈ വിശ്വാസം? വിശ്വാസം അതല്ലേ എല്ലാം? ആണോ? ആണ്. അത് മലബാർ ഗോൾഡിൽ ഓരോ പരസ്യമാക്കി എടുത്തു മാത്രം, അത് ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. പക്ഷെ വിശ്വാസം അതാണ് എല്ലാം. നിങ്ങൾ അള്ളാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മലക്കാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മലക്ക് പോണ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ മലക്കാളെ കണ്ടിട്ടില്ല, അല്ലെ? അപ്പോ മലക്കുകളിലെ വിശ്വാസം, മലായിക്കത്തെ നമ്മൾ വിശ്വസിക്കുന്നു, അമ്പിയാക്കൾ നമ്മൾ വിശ്വസിക്കുന്നു, വേദഗ്രന്ഥങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. ലോകത്ത് എത്രങ്ങാനും അറബി ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് അറബി ഗ്രന്ഥങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് അറബി ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഖുർആൻ നമ്മുടെ വിശ്വാസം എന്താണ്? കലാമുല്ലാഹ്, അത് അള്ളാഹുവിന്റെ കലാമാണ്, നമ്മുടെ വിശ്വാസമാണത്. അപ്പൊ ആദ്യവും അവസാനവുമായി നാം ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാനാണ്. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഒരുപാട് ആളുകൾ, അന്ന് നേരത്തെ നമ്മുടെ മുമ്പുള്ള സംസാരങ്ങളൊക്കെ പറഞ്ഞത്, മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും ലഹരിയേക്കാളും ഒക്കെ ഇന്ന് നമ്മുടെ കുട്ടികളെ വലിയ തോതിൽ അകറ്റാൻ ശ്രമിക്കുന്നത് ദീനിൽ നിന്നാണ്. ദീനിൽ നിന്ന് അകറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അകറ്റിൽ എവിടുന്ന വരിക? അള്ളാഹുവിൽ നിന്നൊരു അകറ്റുക. അപ്പൊ ചോദിക്കും, നിസ്കാരോ? എന്തിനാ നിസ്കരിക്കണ്? നിസ്കരിച്ചിട്ട് എന്ത് കാര്യമുള്ളത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 0.2 മില്ലിമീറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രയുണ്ട്? അത്രയും ചെറിയ ഒരു സിദ്ധാന്തത്തിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന നമ്മളല്ല ഉണ്ടാക്കിയത്.
സിക്കാണ്ടത്തിൽ നിന്ന്. അതിന്റെ 43-1 ഒരു കോശം, അതാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയത്. അതിൽ നിന്ന് മിൻ നുത്ഫത്തിൻ അംശാജിൻ എന്ന് പിന്നെ അതിനെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് താഴ്ത്തു കൊണ്ടുപോകണം. എന്നാൽ അതേ സമയം മിനിറ്റിൽ 300 കോശങ്ങൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക, ആവശ്യമില്ലാത്തത് 300 കോശങ്ങൾ. അപ്പൊ എത്ര അത്ഭുതമാണ്! 72 തവണ മിനിറ്റിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, മിനിറ്റിൽ 12 തവണ ചിമ്മി അടഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണ്. എത്ര മെഗാപിക്സലാ നമ്മളെ ക്യാമറ? 576 മെഗാപിക്സൽ കപ്പാസിറ്റിയുള്ള കണ്ണ്, കാത്, ഇതൊക്കെ നമുക്ക് സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ, ആ അള്ളാഹു നൽകിയ സൗകര്യങ്ങളെ, ആ അള്ളാഹു നൽകിയ സമ്മാനങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവനിലുള്ള വിശ്വാസത്തെയും ഉറപ്പിച്ച് ദീനിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ CRE പോലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടത്. നിങ്ങൾ അതിൻ്റെ ഭാഗമാകേണ്ടതും. ഞാൻ അവസാനം പറഞ്ഞ ആ സംഭവം ഒരു പ്രത്യേക പേരിലാണ് ആ ഹദീസ് അറിയപ്പെടുന്നത്. ആ പ്രവാചകന്റെ അരികിലേക്ക് വന്നത് ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം. ഓക്കെ, റെഡി? എങ്കിൽ ആ ഹദീസിന് പറയുന്ന ഒരു പേരുണ്ട്. ആ പേര് പറഞ്ഞാൽ അവസാനമായൊരു മിഠായി തന്നിട്ട് ഞാൻ കാണിച്ചോ? സൈഡ് കാണിച്ചു. ഓക്കെ, റെഡി? അപ്പൊ ഞാനത് അവസാനിപ്പിക്കുകയാണ്. കൃത്യമായി 1/2 മണിക്കൂർ സമയം എനിക്ക് അനുവദിച്ചു. ആ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തുടർന്നും ഈ വർഷം എല്ലാം ഒരു ക്ലാസ് പോലും കളയാതെ ഈ പഠന സംവിധാനത്തിൽ നിങ്ങൾ ഉണ്ടാകണം. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം സർവാധിനാഥനായ റബ്ബ് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الأربعون النووية. الحديث الثاني عن عمر رضي الله عنه أيضا قال: بينما نحن جلوس عند رسول الله صلى الله عليه وسلم ذات يوم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منا أحد، حتى جلس إلى النبي صلى الله عليه وسلم فأسند ركبتيه إلى ركبتيه ووضع كفيه على فخذيه وقال: يا محمد أخبرني عن الإسلام. فقال رسول الله صلى الله عليه وسلم: الإسلام أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. قال: صدقت. فعجبنا له يسأله ويصدقه. قال: فأخبرني عن الإيمان. قال: أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر وتؤمن بالقدر خيره وشره. قال: صدقت. قال: فأخبرني عن الإحسان. قال: أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. قال: فأخبرني عن الساعة. قال: ما المسؤول عنها بأعلم من السائل. قال: فأخبرني عن أماراتها. قال:
أن تلد الأمة ربتها وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان. ثم انطلق فلبثنا مليا ثم قال: يا عمر، أتدري من السائل؟ قلت: الله ورسوله أعلم. قال: فإنه جبريل أتاكم يعلمكم دينكم. رواه مسلم. അസ്സലാമു അലൈക്കും. പുറത്ത് ചെറുതായി മഴ ഉണ്ട്, അകത്ത് AC ആണ്. നമുക്ക് മയങ്ങാനൊരു സാധ്യത ഉണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യാ, ഒന്ന് എഴുന്നേറ്റിക്കോ. നമ്മൾ അടുത്ത സെഷൻ എന്താ അറിയോ? ഓക്കെ ഓക്കെ, ഇത് എടുത്തോളൂ. അടുത്ത സെഷൻ ആരൊക്കെ വെളിച്ചം കിട്ടിയ വെളിച്ചം ISM വെളിച്ചം ഖുർആൻ വിജ്ഞാന പദ്ധതി കേട്ടിക്കണോ? എന്താ പരിപാടി? വിശുദ്ധ ഖുർആൻ തഫ്സീറോട് കൂടി പഠിച്ചിട്ട് എക്സാം എഴുതുന്ന പരിപാടി എന്ത്? വെളിച്ചം അല്ലേ? അതിൻ്റെ ഒരു ബുക്ക് കിട്ടും, ഖുർആന്റെ തഫ്സീർ 2-3 സൂറത്തായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പേരിലൊരു സെഗ്മെന്റും ഇപ്രാവശ്യം സിയാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സെഗ്മെന്റ് നിയന്ത്രിക്കാനായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ അർഷദ് വാരണാക്കരെയാണ്. അർഷദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇനിയുള്ള നമ്മളെ അടുത്ത സെഷൻ വെളിച്ചം സെഷന്റെ പേര്. അപ്പൊ ഇതിൽ എന്താന്നുള്ള ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ഖുർആനിലെ എല്ലാ സൂറത്തിന്റെയും പേര് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാ സൂറത്തിന്റെയും പേര് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഹാഫിളായ ആളുകൾ എത്ര ആളുകളുണ്ട്? ഓക്കെ, എല്ലാ സൂറത്തിന്റെയും പേര് അറിയോ? വേറെ ആരെയും അറിയോ? ഷാബിലിനെ അറിയാം. വേറെ ആർക്കെങ്കിലും അറിയോ? കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. വേറെ ഇവിടെ ആർക്കെങ്കിലും അറിയോ? അവിടെ കയ്യൊക്കെ ഉണ്ടോ ഓരോരുത്തര്? കുറെ ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മള് ഖുറാനിലെ 5 സൂറത്തിന്റെ പേരും അതിന്റെ അർത്ഥം, അതായത് ആ പേരിന്റെ അർത്ഥം, അതുപോലെ തന്നെ അത് എത്രാമത്തെ സൂറത്താണെന്നുള്ളത് പഠിക്കുകയാണ്. അതായത് ഓരോ സിയാറിക്കും ഈ സെഷനിൽ ഉണ്ടാവല് ഒന്ന് സൂറത്തിന്റെ പേര് നമ്മൾ പഠിക്കും, ആ സൂറത്തിന്റെ ആ പേരിന്റെ അർത്ഥം പഠിക്കും, അത് എത്രാമത്തെ സൂറത്താണുള്ളത് പഠിക്കും. അപ്പോ ഇതില് ഞാനിപ്പോ 3 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 3ാമത്തെ സൂറത്തിന്റെ പേരും അതിന്റെ അർത്ഥം പറയാം. ആ രൂപത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ല? റെഡി അല്ല എല്ലാവരും? ഓക്കെ, നമ്മൾ അറിയണ തന്നെയാണ്, എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്ക് ഇതിന് ശേഷം ചോദിക്കുമ്പോ ഉത്തരം പറയാം. ഓക്കെ, ഫസ്റ്റത്തെ ഫാത്തിഹയാണ്. ഫാത്തിഹന്റെ അർത്ഥം ആർക്കും അറിയാം? അവിടെ ഉണ്ട്. ഫാത്തിഹന്റെ അർത്ഥം പ്രാരംഭം. ഓക്കെ, ഫാത്തിഹന്റെ അർത്ഥം എന്താണ്? ഉറക്കെ പറയും. ഓക്കെ, അടുത്തത് സൂറത്തുൽ ബഖറ. ബഖറന്റെ അർത്ഥം പശു. അടുത്തത് സൂറത്തുൽ ആൽ ഇമ്രാൻ, ഇമ്രാൻ കുടുംബം. സൂറത്തുൽ അൻ-നിസാ, സൂറത്തുൽ മാഇദ. എന്താണ്? ഓക്കെ, പഠിച്ച എല്ലാവരും ഒന്നും കൂടി നോക്കാം. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, ആൽ ഇമ്രാൻ, അൻ-നിസാ, സൂറത്തുൽ മാഇദ. അപ്പൊ ഇനി ഇപ്പൊ എല്ലാരും ആ ഓർഡർ പഠിച്ചാ? ആർക്കൊക്കെ അറിയാം? അപ്പൊ അറിയുന്നവരൊന്ന് ജസ്റ്റ് കൈ വെക്കും. ഓക്കെ, നമ്മുടെ ഫ്രണ്ടില് റാസിഖ് ഉണ്ട്, കോട്ടക്കത്തെ. അവനോടും ചോദിച്ചത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു. 1 സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭം, 2 ബഖറ പശു, 3 ആൽ ഇമ്രാൻ ഇമ്രാൻ കുടുംബം, 4 നിസാ സ്ത്രീകൾ, 5 മാഇദ ഭക്ഷണം.
മാഷാ അല്ലാ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒരു കൈയ്യടി കൊടുക്കോ ജസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് എല്ലാരും കൂടി ഒന്ന് ഒപ്പം പറയോ നമ്മളിപ്പോ പഠിച്ചേ. ഓക്കെ. സൂറത്തുൽ ഫാത്തിഹ, ബക്കറ, ആലിംറാൻ, അന്നിസാ, സൂറത്തുൽ മായിദ. അവിടെ ബാക്കിൽ നിന്നൊന്നും പറയുന്നില്ല തോന്നുന്നുണ്ട്. അതായത് ഇനി നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് പറയാം. ഓക്കെ. സൂറത്തുൽ മായിദ, സൂറത്തുൽ നിസാ, ആലിംറാൻ, സൂറത്തുൽ ഫാത്തിഹ. ഇനി ഞാൻ ചോദിക്കാം, പറയില്ല? ആ സൂറത്തുൽ ബക്കറ പറഞ്ഞില്ലേ? അടുത്തത് മൂന്നാമത്തെ സൂറത്ത് ഏതാണ്? മൂന്നാമത്തെ അതിന്റെ അർത്ഥം ഓക്കെ. അടുത്തത് രണ്ടാമത്തെ സൂറത്തിന്റെ പേരും അർത്ഥമാണ്. ഓർക്ക പറയും. സംഭവം എല്ലാവർക്കും അറിയാലോ, എല്ലാരും പഠിച്ചില്ല. ആ പഠിച്ചവരൊന്ന് കൈ നോക്കും എല്ലാരും. എളുപ്പടും നോക്കി വെച്ചില്ലേ? നമ്മ ഒന്നും കൂടി പറയാം. ഇവിടെ കുറെ ആളുകൾ ഇപ്പോഴും ഇത്രയും പറഞ്ഞത് പഠിച്ചു. ഒന്ന് ഒപ്പം പറയില്ല. ഓക്കെ. ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ. നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പ്രാരംഭം മതി. ഓക്കെ. നോക്കിക്കൊണ്ടാ. ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭം സൗണ്ട് ചെയ്യാം. കുറെ ആളുകൾ പറയാതിരിക്കുന്നുണ്ട്. ഓക്കെ. ഒന്നും കൂടി ഒപ്പം പറയും. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ആലിംറാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മായിദ. ഓക്കെ അല്ല? എല്ലാരും പഠിച്ചില്ല? അപ്പൊ ഇതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇനി ഇതിന്റെ ബാക്കി നമ്മൾ പഠിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് ചോദിക്കും, ഇപ്പൊ മൂന്നാമത്തെ സൂറത്ത് ഏതാണെന്നോ അതേപോലെ നാലാമത്തെ സൂറത്ത് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം ഇന്നതും പറയണം. ഇനിയിപ്പോ സൂറത്തിന്റെ പേര് ചോദിച്ചാല് അത് എത്രാമത്തെ സൂറത്താന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ അല്ല? എല്ലാരും പഠിച്ചിങ്ങനെയാ? ഓക്കെ. അപ്പൊ ഒന്നും കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം. ഇനി ജസ്റ്റിങ്ങളും നോക്കിയിട്ട് പറയണം. എല്ലാരും കൂടി ഒന്ന് ഉറക്ക വായിക്കാം. നമ്മളിവിടെ നമ്മളെ ജസ്റ്റിൻ റോജ് ഉണ്ട്, ഓനൊന്ന് വായിച്ചു തരും. ജസ്റ്റ് വായിച്ചുവിടാം. ഒന്ന് ജസ്റ്റ് എല്ലാരും ഒപ്പം പറയോ? സൂറത്തുൽ ബഖറ പശു, 3 സൂറത്തുൽ ആലിംറാൻ ഇമ്രാൻ, 4 സൂറത്തുൽ നിസാ സ്ത്രീകൾ, 5 സൂറ മാഇദ ഭക്ഷണം. അപ്പോ നമ്മളെ ഈ സെഷനിൽ ഇപ്പൊ അതാണ് അർത്ഥാക്കണേ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനിയുള്ളതിൽ എല്ലാരും പഠിച്ച് സെറ്റ് ആവുക. അസ്സലാമു അലൈക്കും. പിന്നെ ഈ മയത്തും നമ്മുടെ ഈ പ്രോഗ്രാം വന്നതുകൊണ്ട് നാളെ ആരും സ്കൂളിൽ പോണ്ട. നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനല്ല കളക്ടർ. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. പിന്നെ ഇൻസ്റ്റഗ്രാമില് ഒരു ചാനലുണ്ട് MSM-ന്, പേര് ദീൻ ഡെസ്ക് എന്നാണ്. എന്താണ് ദീൻ? അത് സംഭവം തരോ? നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ ഇസ്ലാമിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്കിനെ കുറിച്ചും. ഇത് എന്നാ നോമ്പരോ, എന്താണ് വെള്ളം കുടിച്ച് നോമ്പരോ, അതൊക്കെ അല്ലേ വരാം. കുറച്ച് അറിയാത്ത കാര്യങ്ങള്. ഉദാഹരണത്തിന് ഇപ്പോ ഇൻസ്റ്റഗ്രാമിലുള്ള ഗീവ് അവേ ഉണ്ടല്ലോ, ഗീവ് അവേ, അത് ഹലാലാണോ ഹറാമാണോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അതിനുള്ള ഉത്തരം ഇൻസ്റ്റഗ്രാം പേജായ ദീൻ ഡെസ്ക് എന്ന പേജിൽ കിട്ടും. അതിന്റെ എന്താണ് അതിന്റെ വിധി, എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. പേരെന്താണ്? ദീൻ ഡെസ്ക്. ഇതാണ് എന്റെ ലോഗോ. ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് ആ സെഗ്മെന്റ് ആണ് ഇനി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നസീബ് രണ്ടത്താണിയാണ്. നസീബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ പാട്, സുഖല്ലേ? നല്ല തണുപ്പുണ്ടല്ലേ? രണ്ട് തണുപ്പില്ലേ? നമ്മളൊക്കെ എന്താണ് ആണെങ്കിൽ ഇവിടെ നിന്നിട്ട് എന്തോ പോലെ. പുറത്ത് നല്ല മഴയും ഉള്ളിൽ എ സി ഓഫാക്കിയോ? അപ്പോ നമ്മള് ഇന്നത്തെ സെഷൻ ആരംഭിക്കാണ്. അപ്പോ ഈ ഒരു സദസ്സ്, ഈ എളിമയായ സദസ്സില് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം എപ്പോഴും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് എളിമയായ സദസ്സിന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രത്യേകത. മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ അതിനൊരു പൂർണ്ണത. ഒരു സദസ്സ്, എളിമയായ സദസ്സിൽ ഇരിക്കുമ്പോൾ, ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ, സദസ്സ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പിരിഞ്ഞു പോകും. നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കൂല. പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ബോർഡും അറിയാതെ കാണാപ്പാട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര പേർക്ക് അറിയാം? ഒന്ന് കൈയൊക്കോ? ഇൻഷാ അല്ലാഹ് നമുക്ക് അറിയണവരെ ഒന്നും കൂടി അതൊന്ന് പുതുക്കുക. അറിയാത്തവരാണ് നമുക്ക് ഇപ്പൊ പഠിക്കാം. അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അങ്ങോട്ട് പറഞ്ഞേ: സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പഠിച്ചാ? ഒന്നുകൂടി പറഞ്ഞേ: സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അപ്പോ നമ്മൾ ഏത് പ്രാർത്ഥന പഠിക്കുമ്പോഴും പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ആദ്യത്തെ വചനം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, എന്താർത്ഥം? നീ അല്ലാതെ വേറെ ഒരു ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. നിനക്ക് പുറത്ത് തരുവാൻ നിന്നോട് ഞാൻ തേടുകയും വഅതൂബു ഇലൈക്, നിന്നിലേക്ക് തന്നെ അല്ലെങ്കിൽ നിന്റെ മാർഗത്തിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഏകദേശം ഈ അർത്ഥം നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോ അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്നുകൂടി നോക്കല്ലേ? ഒന്ന് ഓഫാക്കും. അപ്പൊ ഒന്ന് കാണാതെ പറഞ്ഞോക്ക: സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക പറ. മാഷാ അല്ലാഹ്. കയ്യടിച്ചേ. വേറെ ആർക്കെന്നെ പറയണ? ഒന്നുകൂടി പറഞ്ഞേ: സുബ്ഹാനക്കല്ലാഹുമ്മ അലവലവലല്ല സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അപ്പൊ ഉറപ്പല്ലേ? ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൂലേ? ഓക്കെ. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ സെഷൻ ഇവിടെ അവസാനിക്കാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ ഇനി CRE നടന്നു കഴിഞ്ഞാല് എപ്പോഴും നിങ്ങൾ ഈ പ്രാർത്ഥന എന്ത് വേണം? ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ അടുത്ത സെഷൻ, ഈ സെഷൻ അവസാനിച്ചായി നടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഞാൻ നേരത്തെ നമുക്ക് ഒരു സന്തോഷ വാർത്ത പറഞ്ഞോണ്ട് സന്തോഷത്തിലല്ല എല്ലാവരും? സന്തോഷം നിൽക്കണോ? പഠിക്കണ കുട്ടിക്ക് എന്തേ കാരണം സന്തോഷിക്കാറല്ലേ? എനിക്ക് സന്തോഷാ. ഇൻഷാ അല്ലാഹ് ഞാൻ കുറെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, നിങ്ങൾ വിചാരിച്ചു ഞാൻ വ്ളോഗറാണോ? ഞാൻ ഒന്നല്ല. ഒരു യൂട്യൂബ് ചാനൽ കൂടി, KNMന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഏതാ? റീനൈ TV അല്ലേ? ഇൻഷാ അല്ലാഹ് ആ സെഗ്മെന്റിലേക്കാണ് കിടക്കുന്നത്. റീനൈ TV, റീനൈ എന്നാണ് പേര്. അപ്പൊ സെഗ്മെന്റ് നമ്മളില്ലേ, സെഗ്മെന്റ്സ് ആട്ടോ. ഈ സാധനം കേട്ടോ, തള്ള മേറല എന്താണ് ഡീൻ ഡെസ്ക്, അതെന്താ ക്യാമ്പ് റൂട്ട്, പിന്നെ ജേനറിവി, അങ്ങനെ കുറെ സെഗ്മെന്റ്സ് നമ്മളെ CREലുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് റീനൈ സെഗ്മെന്റിൽ എന്താ വെച്ചാല് വീക്ക്ലി ടാസ്കുകളാണ്. എന്താണ് ടാസ്ക്? നമ്മൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ
ടാസ്ക് തരും, ഒരുപാട് ടാസ്ക് തരും. ഇൻഷാല്ലാ ഇന്നൊരു ടാസ്ക് തരും. ആ ടാസ്ക് എന്താണ് നിങ്ങള് ഗ്രൂപ്പില് ഞാൻ നിർദ്ദേശം തരും, അത് ഇൻഷാല്ലാ ചെയ്യാം. ടാസ്ക് എന്താ വെച്ചാല് നമ്മളൊക്കെ സ്കൂളിൽ എന്തുണ്ടാവും? മാഷ്മാരടാ ലൈബ്രറി ഉണ്ടാവും അല്ലേ? പൊതുവെ എല്ലാ സ്കൂളിലും ലൈബ്രറി ഉണ്ടാവും. അംഗനവാടിയിൽ ഉണ്ടാവില്ല, സ്കൂളുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇൻഷാല്ലാ ടാസ്ക് എന്താ വെച്ചാല് ഈ ആഴ്ച സ്കൂൾ തുറക്കണ്ട്, നാളെ സ്കൂൾ ക്ലാസ് ചെയ്യല്ലോ. ചൊവ്വാഴ്ച ലൈബ്രറി പോവാ, ഒരു ബുക്ക് എടുക്കുക. ലൈബ്രറിന്റെ സ്ഥലമൊക്കെ അറിയില്ല, റോഡൊക്കെ അറിയില്ല എവിടെയാണെന്ന്. അവിടെ പോവാ, ഞാൻ പറഞ്ഞു കേട്ടോ. അവിടെ പോയിട്ട് ഒരു ബുക്ക് എടുക്കുക. ഇൻഷാ അള്ളാ ആ ആഴ്ച എന്ത് ചെയ്യുക? തിരിച്ചേൽപ്പിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം തരോ, ഈ ബുക്ക് വായിച്ചിട്ട് അതിന് ഫോട്ടോ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. വായിക്കണം കേട്ടോ, നിങ്ങൾ വായിക്കുന്നവരെ നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പൊ ചട്ടം വന്നിട്ട് കാര്യ വായിച്ചിട്ട് ഫോട്ടോ ഇടുക. എവിടെ ഗ്രൂപ്പ് ഇൻഷാല്ല നാളെ മറ്റന്നാളായിട്ട് ഇൻഷാല്ല ക്രിയേറ്റ് ചെയ്യും. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷാല്ല ചെയ്യാം. മനസ്സിലായില്ലേ? എന്താ ടാസ്ക്? എന്താണ്? ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് എടുക്കുക, ഫോട്ടോ എടുക്കുക, വായിച്ചിട്ട് ഫോട്ടോ എടുക്കുക. മനസ്സിലായില്ലേ? ഇൻഷാല്ല അപ്പളേ അതാണ് ടാസ്ക് 1. ഫോട്ടോ ഇട്ട് മാത്രല്ല, ഞാന് ഗ്രൂപ്പില് ഒരു പോൾ ഇടും. നിങ്ങൾ ബുക്ക് വായിച്ചോ? എസ് നോ എന്നുണ്ടാവും. പലരും എന്ത് ചെയ്യണം? ഈ ആഴ്ച എസ് ഇട്ടാൽ അടുത്ത ക്ലാസ്സിൽ സമ്മാനം ഉണ്ടാവും. വെറുതെ എസ് ഇടരുത്. എസ് നിൽക്കാന് നീ ആഴ്ച ഇട്ടില്ലെങ്കിലും അടുത്ത ആഴ്ചയ്ക്ക് എന്ത് ചെയ്യാ? എസ് ഇടാൻ അവസരം ഉണ്ടായിരിക്കും. ഇൻഷാല്ലാ എസ് എന്ത് ചെയ്യാ? ഈ ആഴ്ച തന്നെ എല്ലാവരും പോളിടുക. മനസ്സിലായോ? ലൈബ്രറി പോവാ, ബുക്ക് എടുക്കുക, വായിക്കുക, ഫോട്ടോ, ഗ്രൂപ്പിൽ പോൾ. ഓക്കെ റെഡി അല്ലേ? അതാണ് റിനൈ അവസാനത്തെ സെഷൻ, ലാസ്റ്റ് സെഷൻ. ഇവിടെ ഇതിന്റെ പേര് ക്യാമ്പസ് ചാറ്റ്. എന്താണ് ക്യാമ്പസ് ചാറ്റ്? ഒരു ക്വസ്റ്റ്യൻ ഇടോ. ക്യാമ്പസ് ചാറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് ആണോ യൂട്യൂബ് ചാനലാണോ? ക്യാമ്പസ് ചാറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് ആണോ യൂട്യൂബ് ചാനലാണോ? ഇൻസ്റ്റാഗ്രാം. തെറ്റാണ്. രണ്ടുമല്ല. അതൊരു മാഗസിനാണ് ക്യാമ്പസ് ചാറ്റ്. അപ്പൊ ഇൻഷാല്ലാ ക്യാമ്പസ് ചാറ്റിൽ എന്താ അറിയോ? അസൈൻമെന്റ് ആണ് ക്യാമ്പസ് ചാറ്റിൽ. എന്താ വെച്ചാല് അസൈൻമെന്റ് വേണ്ട കുത്തനെ പറയേണ്ടതല്ലേ, ചെറിയ അസൈൻമെന്റാ. അസൈൻമെന്റ് എന്ന് വെച്ചാല് നിങ്ങൾ ഈ ആഴ്ച ബുക്ക് വായിക്കണ്ടല്ലോ, ഒന്നെങ്കിൽ ആ ബുക്കിന്റെ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലോ വായിച്ചൊരു പുസ്തകത്തിന്റെ റിവ്യൂ എന്ത് ചെയ്യണം? എഴുതി കൊണ്ടുവരണം. ഇൻഷാല്ലാ. ഓക്കെ? റിവ്യൂ ബുക്കിലല്ലേ? റിവ്യൂ എഴുതിയിട്ട് ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി കേട്ടോ. റിവ്യൂ എന്ത് ചെയ്യാ? എഴുതിയിട്ട് റിവ്യൂ എന്താ മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഒരു ബുക്ക് പറയാണ് ആടുജീവിതം. ഓക്കെ, ആടുജീവിതത്തിന്റെ റിവ്യൂ എഴുതില്ലേ? വളരെ നല്ലൊരു ബുക്കായിരുന്നു. അങ്ങനെ അല്ലേ? മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു വ്യക്തിന്റെ കഥ നിങ്ങളെ ഭാഷയിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ റിവ്യൂ എന്ത് ചെയ്യാ? ഇൻഷാല്ലാ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാ. അതിനൊരു പോൾ ഉണ്ടാവും. ആ പോൾ ഇൻഷാല്ലാ ഫിൽ ചെയ്യാ. ചെയ്തവർക്ക് എന്തുണ്ടാവും? അടുത്ത ക്ലാസ്സിലെ സമ്മാനം ഉണ്ടാവും കേട്ടോ. ഇൻഷാല്ലാ. ഇതിലാടെയുണ്ടോ? ഇൻഷാല്ലാ നമ്മൾ അവസാനിപ്പിക്കട്ടോ. ഒരു മിനിറ്റ് ബാക്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് ആനണ്ടല്ലോ, ആനക്ക് എത്ര കാലുണ്ട്? എത്ര? 4 or 2? വെരി ഗുഡ്, 4 കാലാണ്. ഞാൻ അതല്ല പറഞ്ഞേ. നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് ഇൻഷാല്ലാ ഇന്ന് പോയാൽ അടുത്ത ആഴ്ച എവിടെ കൂടണം ക്ലാസ്? നിങ്ങളെ സെന്ററിൽ. ഏതൊക്കെ സെന്റർ? ഒന്ന് പറവന്നൂരുണ്ട്, ഒന്ന് ഇവിടെ അൻസാറുണ്ട്, പിന്നെ ഇവിടെ സിറാജ് മദ്രസിലുണ്ട് അല്ലേ? അപ്പൊ അടുത്ത ആഴ്ച എപ്പോഴാ ക്ലാസ്? ശനിയാഴ്ച മരുവേഷം. നിങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവില്ല. അങ്ങനെയാണോ? ഉണ്ടാവണം. ഇൻഷാല്ലാ പറഞ്ഞാൽ പറ്റിക്കുന്നവരൊക്കെ കിട്ടുക. ഇൻഷാല്ലാ വരണം. അപ്പൊ എല്ലാവരും പങ്കെടുക്കണം. 3 സെന്ററിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഇവിടെ ആൾക്കാരുണ്ടാവും, കംപ്ലീറ്റ് ചെയ്യാം.